അങ്ങനെ ബി.ജെ.പിയുടെ മോഹത്തിന് അന്ത്യം വരുത്തിക്കൊണ്ട് ഡൽഹിയിൽ അത് സംഭവിച്ചു. അതെ, അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ അതിഷി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചേക്കേറിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മുതൽ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ബി.ജെ.പി നടത്തുന്ന തന്ത്രങ്ങൾ ചെറുതല്ലായിരുന്നു. അതിഷിക്കും കെജ്രിവാളിനുമെതിരെ ബി.ജെ.പി നടത്തിയ നാടകീയ രംഗങ്ങളുടെ തിരശ്ശീല അഴിയുമ്പോൾ കാണാൻ കഴിയുന്നതും അതുതന്നെയാണ്. ന്യൂഡൽഹിയിൽ 8 നിലയിൽ പൊട്ടാൻ പോകുന്ന ബി.ജെ.പിയാണ് കാണുന്നത്. മുൻ എം.പി ആയിരുന്ന സ്മൃതി ഇറാനി കളത്തിലിറങ്ങി പണി 18 നോക്കുന്നുണ്ട് എങ്കിലും എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി തീർന്നിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതോടെ ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയായി അതിഷി മർലയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എ.പി.യിൽ നിരവധി നേതാക്കന്മാരുണ്ടായിട്ടും എങ്ങനെയാണ് അതിഷിയുടെ പേര് വന്നത്? ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. കെജ്രിവാൾ എന്താണോ അതാണ് അതിഷി. എ.പി. നിയമസഭാ കക്ഷി യോഗത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പിൻഗാമിയായി പേര് നിർദ്ദേശിച്ചവൾ ഡൽഹിയിലെ വിദ്യാഭ്യാസ, പൊതുമരാമത്ത്, ടൂറിസം വകുപ്പ് മന്ത്രി. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ അടയ്ക്കപ്പെട്ട സമയത്ത് ബി.ജെ.പിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനവും ഉയർത്തി ശ്രദ്ധ പിടിച്ചുപറ്റിയ എ.പി.യുടെ ദേശീയ നിർവാഹ സമിതി അംഗം. ആരാണ് യഥാർത്ഥത്തിൽ അതിഷി എന്ന 43 വയസ്സുകാരി? ക്രിസ്തുമത വിശ്വാസിയായ വിദേശിയാണ് ബി.ജെ.പിക്ക് അതിഷി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് 4.77 ലക്ഷം വോട്ടുകൾക്ക് ഗൗതം ഗംഭീറിനോട് പരാജയപ്പെട്ടെങ്കിലും 2020 ശക്തമായ തിരിച്ചുവരവാണ് അതിഷി നടത്തിയത്. സൗത്ത് ഡൽഹിയിലെ കൽക്കാജി മണ്ഡലത്തിൽ നിന്ന് ബി.ജെ.പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി അതിഷി ആദ്യമായി ഡൽഹി നിയമസഭയിൽ എത്തി. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എ.പി.യുടെ ഗോവ ഘടകത്തിന്റെ ചുമതലക്കാരിയായും അതിഷിയെ പാർട്ടി നിയോഗിച്ചു. വൈകാതെ എ.പി.യിൽ ഉണ്ടായിരുന്ന മധ്യ അഴിമതി കൊടുങ്കാറ്റിൽ മാനീഷ് സിസോദിയയും സത്യേന്ദ്ര ജെയിനെയും രാജിവെച്ചതോടെയാണ് അതിഷി മന്ത്രിസ്ഥാനത്തേക്ക് അംഗമായത്. 2023 മാർച്ചിലാണ് അതിഷി സൗരവ് ഭരദ്വാജിനൊപ്പം കെജ്രിവാൾ മന്ത്രിസഭയിൽ അംഗമായത്. നിർണായക വിദ്യാഭ്യാസം, ടൂറിസം, പൊതുമരാമത്ത്, സാംസ്കാരിക വകുപ്പുകളുടെ ചുമതലയാണ് അതിഷിക്ക് ലഭിച്ചിരുന്നത്. 2022 മുതൽ 2023 കാലഘട്ടത്തിൽ ഡൽഹി നിയമസഭാ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായും അതിഷി പ്രവർത്തിച്ചു. അതിഷിയുടെ പാരമ്പര്യവും സംസ്കാരവുമാണ് ബി.ജെ.പി പലപ്പോഴും ചോദ്യം ചെയ്തിരുന്നത്. മർലന എന്നൊരു പേര് ഭാരതീയമില്ല എന്നായിരുന്നു പ്രധാന ആരോപണം. എന്നാൽ മാർക്സിസ്റ്റ് സൈദ്ധാന്തികരും ലോക നേതാക്കളുമായ കാൾ മാർക്സിസിലെ മാറും വ്ളാഡിമിർ ലെനിനിലെ ലെനിൻ ചേർന്നാണ് മാർലനെ എന്ന പേരുണ്ടായത് എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു പേര് അതിഷിക്ക് നൽകിയത് മാതാപിതാക്കളും ഡൽഹി സർവകലാശാല പ്രൊഫസർമാരുമായിരുന്ന വിജയ് കുമാർ സിംഗും തൃപ്ത വാഹിയുമാണ്. ഇടതുപക്ഷ പ്രവർത്തകരായിരുന്ന അതിഷിയുടെ അച്ഛനമ്മമാർ. മാർക്സിസിനോടും ലെനയോടും തമ്മിലുള്ള ആരാധനയിലാണ് അവർ മകളുടെ പേരിനൊപ്പം മർലേന എന്ന പേരുകൂടി ചേർത്തത്. പിന്നീട് 2018 ഓഗസ്റ്റിൽ മർലേന എന്ന ഭാഗം തന്റെ പേരിൽ നിന്ന് അതിഷി ഉപേക്ഷിച്ചു. 1981 ജൂൺ 8 ഡൽഹിയിൽ ജനിച്ച അതിഷി ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് സ്പ്രിംഗ് ഡെയിൽ സ്കൂളിൽ നിന്നാണ്. പിന്നീട് സെന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദം നേടി. 1ാം റാങ്കുകാരിയായി ബിരുദം സ്വന്തമാക്കിയ അതിഷി പിന്നീട് പോയത് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലേക്കാണ്. 2003 ഉന്നത നിലയിൽ ബിരുദാനന്ത ബിരുദം നേടി. ഓക്സ്ഫോർഡിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലെത്തി ഋഷി വാലി സ്കൂളിലും അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. വൈകാതെ സാമൂഹിക പ്രവർത്തനത്തിൽ സജീവമായി. മികച്ച പ്രാസംഗിക കൂടിയായിരുന്നു അതിഷി. പ്രസംഗിച്ചു തുടങ്ങുന്നതോടെ എതിരാളികൾ പോലും നിശബ്ദരാകുന്ന കാഴ്ചയാണ് ഡൽഹി നിയമസഭയിൽ പിന്നീട് കണ്ടത്. ദില്ലി കൽക്കാജി മണ്ഡലത്തിൽ നിന്നുള്ള അംഗമാണ് അതിഷി. അതുകൊണ്ട് തന്നെ ഇനി ദില്ലി ഏറ്റവും നല്ല രീതിയിൽ പോകുമെന്നുള്ള സംശയം വേണ്ട. അതിഷി കയറിയാൽ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതിലും വലുതാണ്. എ.പി.യെ സംബന്ധിച്ചിടത്തോളം അതിഷി എന്ന് പറയുന്നത് വളരെ മൂല്യം ഉള്ള ഒരു നേതാവ് കൂടിയാണ്. അതാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. എന്തു തന്നെയായാലും ഇവിടെ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്നത് ബി.ജെ.പി ആണ്. കാരണം ബി.ജെ.പി തകർത്തിടത്ത് നിന്ന് മറ്റൊരാൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. അതാണ് അതിഷി.